ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണല്ലോ ഉയർന്നത്. എന്തൊക്കെയാണ് കോടതി നടത്തിയ പരാമർശങ്ങൾ? വിഷ്ണു. ഉന്മേഷ്, ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരടക്കമുള്ള ആളുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്പാർക്കിൽ നൽകിയ ഔദ്യോഗിക വിവരങ്ങൾ അത് ചോർന്നു എന്നുള്ളതാണ് ഹർജിയിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ ചോർത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതാണിന്ന് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? പ്രൈമ ഫേസിയിൽ തന്നെ ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി കണക്കാക്കപ്പെടേണ്ടി വരും എന്ന് കോടതി പറയുന്നു. അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി മറ്റാർക്കും ഈ ഹർജി അടുത്ത തവണ പരിഗണിക്കുന്നതുവരെ ഒരു സന്ദേശവും അയക്കരുത് എന്ന നിർദ്ദേശം, കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. GP-യുടെ ആ ഉറപ്പ് ഹൈക്കോടതി രേഖപ്പെടുത്തി. വ്യക്തിഗത വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന ഉത്തരവ് നേരത്തെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ആളുകൾക്ക് സന്ദേശം ലഭിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന ഗുരുതര ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റമായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. സർക്കാർ ഇതിനെ പ്രതിരോധിച്ചത് ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ല, IT മിഷൻ വഴി ലഭിച്ച ചില വിവരങ്ങളാണ്, അത് ചില രേഖകൾ അല്ലെങ്കിൽ ചില നമ്പറുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും ഈ സന്ദേശം ലഭിച്ചിട്ടില്ല. സർക്കാരിന് ആനുകൂല്യം ലഭ്യമായ, അതായത് DAക്ക് നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സന്ദേശം സർക്കാർ ജീവനക്കാർക്ക് എത്തിയത്. അവർക്ക് മാത്രം ഈ സന്ദേശം അയച്ചു എന്നാണ് സർക്കാർ പ്രതിരോധിച്ചത്. പക്ഷേ കോടതി പറയുന്നത് അങ്ങനെയല്ല. ഇത് മറ്റു പല ആളുകൾക്കും, അതായത് ഈ ആനുകൂല്യം ലഭ്യമാകാത്ത പല ആളുകൾക്കും ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി ഈ ഡാറ്റ ചോർന്നിട്ടില്ലേ എന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തണം, ഡാറ്റ ചോർന്നിട്ടില്ല എങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഉന്മേഷം. ശരി വിഷ്ണു, തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.